ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസു വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മസാല ദോശയും പിന്നെ അതിലേക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറും പിന്നെ ഒരു ചട്നിയും, ഇങ്ങനെയുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണത് എന്നൊക്കെ നോക്കാം. ദോശയുടെ മാവ് ഉണ്ടാക്കാനായിട്ട് പച്ചരിയും ഉഴുന്നും ഒരല്പം ഉലുവയും കൂടിയിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരുമിച്ച് തന്നെയാണ് കുതിർക്കാൻ വെച്ചതും ഒരുമിച്ച് തന്നെയാണ് ഞാൻ അരച്ചെടുത്തതും. 5-6 മണിക്കൂറിന് ശേഷം ഇതൊരു ജാറിലോട്ട് ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മൂടി വെച്ച് ഒരു രാത്രി ഫുള്ളും അത് പുറത്ത് തന്നെ സൂക്ഷിച്ചു. ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരല്പം ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തതിന് ശേഷം ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പാത്രം വെച്ച് അതിൽ ഓയിൽ വെച്ച് ചൂടാകുമ്പോൾ കടുകും ഇഞ്ചിയും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ഇതിവിടെ ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല എരിവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഗ്രീൻ പീസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ മുന്നേ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇനി അടുത്ത് നമ്മളിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങാണ് നമ്മളിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങും കൂടി ഇട്ടതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇതവിടെ ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മസാല ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ ഉണ്ടാക്കാം. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാത്തൊരു സാമ്പാറാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപ്പും സബോളയും തക്കാളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഇതൊക്കെ കൂടി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. ഇത് ഇവിടെ ഇപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് താളിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്കിത് താളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. ചട്നി ഉണ്ടാക്കാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ടുണ്ട്. അതിലേക്ക് സവോളയും പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചതിന് ശേഷം അതിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിക്കണം. അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മളുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശയുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അതും കൂടി ഉണ്ടാക്കാം. അതിനായിട്ട് തേങ്ങ ചിരകിയതും മല്ലിയില അരിഞ്ഞതും സബോളയും ഉപ്പും മുളകും കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാനായിട്ട് ദോശയുടെ ചട്ടി ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ദോശമാവിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ദോശ ചട്ടി ചൂടായി കഴിഞ്ഞാൽ മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കാം. ഇവിടെ ഇത് ദോശ ഒന്ന് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യൊന്ന് നന്നായിട്ട് തന്നെ നെയ്യ് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊന്ന് മാറി വരും. കളറൊന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ചമ്മന്തിയും കൂടി എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മസാല ദോശ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു കോൺ ഷേപ്പിലാണ് കേട്ടോ മടക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന്
വേണ്ടിയിട്ട് മടക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മളുടെ നല്ല ടേസ്റ്റുള്ള തന്നെ മസാല ദോശയാണ് കേട്ടോ. ഇത് മസാല ദോശ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. പിന്നെ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.